ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പുട്ടിന് കറിയുടെ ആവശ്യമേ ഇല്ല. നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ കറി വെക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ പുട്ടൊന്ന് നിങ്ങൾ റെഡിയാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പുട്ടിന് നനച്ചു വെച്ചിരുന്നുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മളെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ചെറുകിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വെക്കാം. നേരത്തെ പുട്ടിന് നനയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് നനച്ചിരിക്കുന്നത്, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ നിറയ്ക്കുന്നില്ലേ പുട്ട്, അതേമാതിരി തന്നെ നിറച്ചെടുക്കാം. ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 കൈ അളവിൽ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ടും നിറച്ചെടുക്കാം. പുട്ട് നിറയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അതേമാതിരി തന്നെയാണ് ഈ ഒരു പൊടിയും നിറച്ചെടുക്കുന്നത്. ഈ ടൈമിൽ പുട്ട് കലം ഇതിലെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറ്റി വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുത്തി വെക്കാം. ഈ ഒരു കപ്പ് പൊടി കൊണ്ട് 3 കുറ്റി പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.